നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. ഇന്നത്തെ ഈ ജ്യോതിഷ വീഡിയോ കന്നിരാശിയിൽ ജനിച്ച ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർക്ക് വേണ്ടിയുള്ളതാണ്. 2026 ഏപ്രിൽ മാസം നിങ്ങൾക്ക് എങ്ങനെയുണ്ടാകും? നിങ്ങളുടെ രാശിപ്രകാരം നവഗ്രഹങ്ങളുടെ സ്ഥാനം എങ്ങനെയാണ്? ഓരോ ഗ്രഹങ്ങളും എവിടെയാണ് നിൽക്കുന്നത്? ഗ്രഹങ്ങളുടെ ഇപ്പോഴുള്ള സഞ്ചാരം കന്നിരാശിയിൽ ജനിച്ചവരുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, പ്രണയം, വിവാഹ ജീവിതം, ഭാഗ്യം, കരിയർ, ബിസിനസ് എന്നിവയെ എങ്ങനെ ബാധിക്കുമെന്നും നമുക്ക് നോക്കാം. വീഡിയോയുടെ അവസാന ഭാഗത്ത് കന്നിരാശിക്കാരുടെ ഈ വർഷത്തെ വിഷുഫലങ്ങളും ദോഷപരിഹാരങ്ങളും കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങളുടെ രാശിയാധിപൻ ബുധനാണ്. ബുധൻ 6ാം ഭാവത്തിൽ രാഹുവിനോടൊപ്പമാണ് നിൽക്കുന്നത്. 7ാം ഭാവത്തിൽ സൂര്യൻ, ചൊവ്വ, ശനി എന്നിവരുണ്ട്. 8ാം ഭാവത്തിൽ ശുക്രൻ സ്ഥിതി ചെയ്യുന്നു. 10ാം ഭാവത്തിൽ വ്യാഴവും 12ാം ഭാവത്തിൽ കേതുവും സ്ഥിതി ചെയ്യുന്നു. നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ജാതകത്തിലെ 1ാം ഭാവത്തിനാണ് ഏറ്റവും വലിയ പ്രാധാന്യമുള്ളത്. കാരണം നമ്മുടെ ജീവിതത്തിന്റെ പൊതുവായ അവസ്ഥയും രോഗങ്ങളെ തടയാനുള്ള കരുത്തും നിശ്ചയിക്കുന്നത് ഈ 1ാം ഭാവമാണ്. കന്നിരാശിക്കാരുടെ കാര്യമെടുത്താൽ നിങ്ങളുടെ രാശ്യാധിപനായ ബുധൻ നിലവിൽ നിൽക്കുന്നത് ജാതകത്തിലെ 6ാം ഭാവത്തിലാണ്. ജ്യോതിഷ നിയമപ്രകാരം 6ാം ഭാവം എന്നത് അത്ര ശുഭകരമായ ഒന്നല്ല. അത് കടം, രോഗങ്ങൾ, ശത്രുക്കൾ എന്നിവയെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ രാശിയുടെ അധിപൻ തന്നെ ഈ സ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് ആരോഗ്യത്തിന്റെ കാര്യത്തിൽ അല്പം ജാഗ്രത പാലിക്കേണ്ട സമയമാണിത്. ഈ മാസം 11ാം തീയതി വരെ ആരോഗ്യപരമായ ചില ചെറിയ ബുദ്ധിമുട്ടുകൾ നിങ്ങളെ അലട്ടിയേക്കാം. ചർമ്മത്തിൽ ചൊറിച്ചിലോ അലർജിയോ മറ്റ് ഇൻഫെക്ഷനുകളോ വരാൻ സാധ്യതയുണ്ട്. കാര്യമായ കാരണങ്ങളില്ലാതെ തന്നെ പെട്ടെന്ന് തലവേദന അനുഭവപ്പെടുകയോ ശരീരത്തിന് പൊതുവായ ക്ഷീണം തോന്നുകയോ ചെയ്തേക്കാം. കാലുകൾക്ക് അമിതമായ തളർച്ചയോ വേദനയോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. മനസ്സിന് അനാവശ്യമായ ടെൻഷനും സ്ട്രെസ്സും ഈ കാലയളവിൽ ഉണ്ടായേക്കാം. ഏപ്രിൽ 11 കഴിയുന്നതോടെ ഈ സാഹചര്യങ്ങളിൽ വലിയ മാറ്റമുണ്ടാകും. ബുധൻ 6ാം ഭാവത്തിൽ നിന്ന് മാറി 7ാം ഭാവത്തിലേക്ക് പ്രവേശിക്കും. ഈ മാറ്റം നിങ്ങൾക്ക് ഗുണകരമാണ്. 7ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ നിങ്ങളുടെ 1ാം ഭാവത്തെ, അതായത് ആരോഗ്യസ്ഥാനത്തെ നേരിട്ട് വീക്ഷിക്കുന്നത് വഴി ശരീരത്തിന് നഷ്ടപ്പെട്ട ഊർജം തിരികെ ലഭിക്കും. നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുകയും മുൻപ് അനുഭവിച്ചിരുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് മോചനം ലഭിക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ ഏപ്രിൽ പകുതിയോടെ നിങ്ങളുടെ ആരോഗ്യം പഴയപടിയാവുകയും കൂടുതൽ ഉന്മേഷം അനുഭവപ്പെടുകയും ചെയ്യും. ജ്യോതിഷത്തിൽ നമ്മുടെ ബുദ്ധിശക്തിയെയും വിദ്യയെയും നിശ്ചയിക്കുന്നത് 5ാം ഭാവമാണ്. നിങ്ങളുടെ കാര്യത്തിൽ ഈ 5ാം ഭാവത്തിന്റെ അധിപൻ ശനിയാണ്. ശനി ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങളുടെ 7ാം ഭാവത്തിലാണ്. 5ാം ഭാവാധിപനായ ശനി നിങ്ങളുടെ 1ാം ഭാവവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഇതിന്റെ ഗുണമെന്താണെന്ന് വെച്ചാൽ ഈ സമയത്ത് നിങ്ങൾക്ക് പഠനകാര്യങ്ങളിൽ വലിയ ഉത്തരവാദിത്ത ബോധം അനുഭവപ്പെടും. വെറുതെ സമയം കളയാതെ സ്വന്തം ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും കഠിനാധ്വാനം ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. ഏപ്രിൽ 14 വരെയുള്ള സമയം നിങ്ങളുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വന്നേക്കാം. ഇതിന് കാരണം സൂര്യൻ, ചൊവ്വ, ശനി എന്നീ 3 ശക്തരായ ഗ്രഹങ്ങൾ നിങ്ങളുടെ രാശിയെ ദൃഷ്ടി ചെയ്യുന്നു എന്നതാണ്. ഇതിന്റെ ഫലമായി നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരാൻ സാധ്യതയുണ്ട്. ചെറിയ കാര്യങ്ങളിൽ പോലും ക്ഷമ നശിക്കുകയും മറ്റുള്ളവരോട് തർക്കിക്കാൻ തോന്നുകയും ചെയ്യും. ഈ ദേഷ്യം നിങ്ങളുടെ പഠനത്തിലുള്ള ഏകാഗ്രതയെ ബാധിക്കാതെ നോക്കണം. ഈ മാസത്തെ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾ സ്വതന്ത്രമായി പഠിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതാണ്. വീട്ടുകാരോ അധ്യാപകരോ പഠിക്കാൻ നിർബന്ധിച്ചാൽ നിങ്ങൾക്കതൊട്ടും ഇഷ്ടപ്പെടില്ല. ആരെങ്കിലും നിർബന്ധിക്കുമ്പോൾ പഠിക്കാനുള്ള താല്പര്യം കുറയുന്നതായി നിങ്ങൾക്ക് തോന്നും. എന്നാൽ സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം താല്പര്യമെടുത്ത് പഠിക്കാനിരുന്നാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ചുരുക്കത്തിൽ നിർബന്ധിച്ചാൽ പഠിക്കില്ല, സ്വന്തം ഇഷ്ടത്തിന് പഠിക്കുമെന്ന വാശിയുള്ള സ്വഭാവമായിരിക്കും ഈ മാസം. ദേഷ്യം നിയന്ത്രിക്കുകയും സ്വന്തം താല്പര്യത്തോടെ പഠനത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്താൽ മികച്ച ഫലം നേടാൻ ഈ മാസം നിങ്ങൾക്ക് സാധിക്കും.
ദാമ്പത്യ ജീവിതത്തെയും ജീവിത പങ്കാളിയുമായുള്ള ബന്ധത്തെയും കുറിച്ചറിയാൻ ജാതകത്തിലെ 7ാം ഭാവമാണ് പരിശോധിക്കേണ്ടത്. കന്നിരാശിക്കാരുടെ ഏപ്രിൽ മാസത്തെ ഗ്രഹനില അനുസരിച്ച് വിവാഹ ജീവിതത്തിൽ സമ്മിശ്രമായ ഫലങ്ങളാണ് കാണുന്നത്. നിങ്ങളുടെ 7ാം ഭാവാധിപനായ വ്യാഴം 10ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ജ്യോതിഷത്തിൽ 10ാം ഭാവം എന്നത് ഒരാളുടെ തൊഴിലിനെ അല്ലെങ്കിൽ കരിയറിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇതിന്റെ അർത്ഥം ഈ മാസം നിങ്ങളുടെ ജീവിത പങ്കാളി അവരുടെ ജോലി കാര്യങ്ങളിൽ അതീവ തിരക്കുള്ളവരായിരിക്കുമെന്നാണ്. ജോലിയിലെ ഈ അമിതഭാരം കാരണം അവർക്ക് നിങ്ങളോടൊപ്പം ചെലവഴിക്കാൻ വേണ്ടത്ര സമയം ലഭിച്ചെന്ന് വരില്ല. ഇതുമൂലം നിങ്ങൾക്ക് പങ്കാളിയുമായി ഒരു മാനസികമായ അകലം തോന്നിയേക്കാം. അവർക്ക് പഴയതുപോലെ സ്നേഹമില്ലെന്നോ അല്ലെങ്കിൽ നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ലെന്നോ നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുണ്ട്. എന്നാൽ അത് അവരുടെ ജോലി തിരക്ക് കൊണ്ടാണെന്ന് മനസ്സിലാക്കി പെരുമാറുന്നത് നന്നായിരിക്കും. ഈ മാസം നിങ്ങളുടെ 7ാം ഭാവത്തിൽ സൂര്യൻ, ചൊവ്വ, ശനി എന്നീ 3 ശക്തരായ ഗ്രഹങ്ങൾ ഒരുമിച്ച് വരുന്നു. ജ്യോതിഷപ്രകാരം ഇവർ കടുപ്പമേറിയ സ്വഭാവമുള്ള ഗ്രഹങ്ങളാണ്. ഈ ഗ്രഹങ്ങളുടെ സ്വാധീനം കാരണം നിങ്ങളുടെ പങ്കാളിക്ക് പെട്ടെന്ന് ദേഷ്യം വരാനും ചെറിയ കാര്യങ്ങൾക്ക് പോലും ക്ഷമ നശിക്കാനും സാധ്യതയുണ്ട്. നേരത്തെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ ഈ മാസം നിങ്ങൾക്കും ദേഷ്യം കൂടുതലായിരിക്കും. രണ്ടുപേരും ഒരേപോലെ ദേഷ്യപ്പെടുകയാണെങ്കിൽ അത് ചെറിയ പ്രശ്നങ്ങളെ വലിയ വഴക്കുകളിലേക്ക് എത്തിക്കും. അതിനാൽ ഒരാൾ ദേഷ്യപ്പെടുമ്പോൾ മറ്റേയാൾ വിട്ടുവീഴ്ച ചെയ്യുകയോ ശാന്തത പാലിക്കുകയോ ചെയ്യുന്നത് ദാമ്പത്യത്തിൽ സമാധാനം നിലനിർത്താൻ സഹായിക്കും. പങ്കാളിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചില വാക്കുകൾ നിങ്ങളെ വേദനിപ്പിച്ചേക്കാം. എന്നാൽ അതെല്ലാം ആ സമയത്തെ ഗ്രഹങ്ങളുടെ സ്വാധീനം കൊണ്ടാണെന്ന് കരുതുക. പരസ്പരമുള്ള വിശ്വാസവും തുറന്ന സംസാരവും ഉണ്ടെങ്കിൽ ഈ പ്രതിസന്ധിയെ എളുപ്പത്തിൽ മറികടക്കാം. നിങ്ങളുടെ ജീവിതത്തിലെ ഐശ്വര്യവും തൊഴിൽപരമായ പുരോഗതിയും ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ഏപ്രിൽ മാസത്തിന്റെ ആദ്യ പകുതിയിൽ നിങ്ങളുടെ ഭാഗ്യാധിപനായ ശുക്രൻ നിൽക്കുന്നത് 8ാം ഭാവത്തിലാണ്. ജ്യോതിഷപ്രകാരം 8ാം ഭാവം തടസ്സങ്ങളെയും അപ്രതീക്ഷിത ചിലവുകളെയും സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് മാസത്തിന്റെ തുടക്കത്തിൽ കാര്യങ്ങൾ വിചാരിച്ച വേഗതയിൽ നടന്നെന്ന് വരില്ല. എന്നാൽ ഏപ്രിൽ 19 വലിയൊരു വഴിത്തിരിവാണ്. അന്ന് ശുക്രൻ 8ാം ഭാവത്തിൽ നിന്ന് മാറി സ്വന്തം ഭാവമായ 9ാം ഭാവത്തിലേക്ക് അഥവാ ഭാഗ്യസ്ഥാനത്തേക്ക് പ്രവേശിക്കും. ഇത് നിങ്ങളുടെ ജാതകത്തിൽ അതിശക്തമായ ഒരു രാജയോഗം സൃഷ്ടിക്കുന്നു. പുതിയ ബിസിനസ് തുടങ്ങാനോ വീട് വാങ്ങാനോ സ്വർണത്തിലോ ഷെയർ മാർക്കറ്റിലോ വലിയ നിക്ഷേപങ്ങൾ നടത്താനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏപ്രിൽ 19 ശേഷം ചെയ്യുന്നത് വലിയ ലാഭമുണ്ടാക്കാൻ സഹായിക്കും. തൊഴിൽ രംഗത്ത് നിങ്ങൾ വലിയ ബുദ്ധിസാമർഥ്യം പ്രകടിപ്പിക്കുന്ന സമയമാണിത്. കാര്യങ്ങൾ വിവേകത്തോടെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഏപ്രിൽ 11 വരെയുള്ള സമയം ജോലി സ്ഥലത്തെ അന്തരീക്ഷത്തെക്കുറിച്ചോ ജോലി നഷ്ടപ്പെടുമോ എന്നതിനെക്കുറിച്ചോ നിങ്ങൾക്ക് ചെറിയ പേടിയും ആശങ്കയും ഉണ്ടായേക്കാം. ഏപ്രിൽ 11 ശേഷം നിങ്ങളുടെ രാശാധിപനായ ബുധന്റെ രാശിമാറ്റത്തോടെ ഈ പേടികളെല്ലാം മാറി മനസ്സിന് സമാധാനം ലഭിക്കും. ഏറെ നാളായി ജോലി അന്വേഷിക്കുന്നവർക്കും അല്ലെങ്കിൽ പുതിയ പ്രൊജക്ടുകൾക്കായി കാത്തിരിക്കുന്നവർക്കും ഏപ്രിൽ 2ാം പകുതിയിൽ നല്ല വാർത്തകൾ കേൾക്കാം. ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ മാസം തിരക്കേറിയതായിരിക്കും. സമ്മിശ്രമായ ഫലങ്ങളാണ് ഈ രംഗത്ത് കാണുന്നത്. ബിസിനസ് വിപുലീകരണത്തിന്റെ ഭാഗമായി നിങ്ങൾക്ക് ദൂരയാത്രകൾ ചെയ്യേണ്ടി വന്നേക്കാം. ഇത് ചിലവുകൾ വർദ്ധിപ്പിക്കുമെങ്കിലും ഭാവിയിൽ അത് ഗുണകരമാകും. വിപണിയിൽ ചില കയറ്റിറക്കങ്ങൾ ഉണ്ടാകാമെങ്കിലും മൊത്തത്തിൽ 70% വിജയ സാധ്യത ബിസിനസ്സിൽ കാണുന്നുണ്ട്. കൺസൾട്ടിംഗ്, അധ്യാപനം, മാനേജ്മെന്റ് എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ മാസം കൂടുതൽ നേട്ടമുണ്ടാകും. ചുരുക്കത്തിൽ ഏപ്രിൽ മാസം നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടങ്ങളുടെ മാസമാണ്. മാസത്തിന്റെ ആദ്യ പകുതിയിൽ അല്പം ക്ഷമ കാണിക്കുക. ഏപ്രിൽ 19 ശേഷം ഭാഗ്യം നിങ്ങളെ തേടിയെത്തും. കന്നിരാശിക്കാർക്ക് ഈ വിഷുക്കാലം വലിയ മാറ്റങ്ങളുടെയും നേട്ടങ്ങളുടെയും തുടക്കമാണ്. സാമ്പത്തികപരമായും തൊഴിൽപരമായും മികച്ച മുന്നേറ്റം ഈ വർഷം പ്രതീക്ഷിക്കാം. സാമ്പത്തിക കാര്യങ്ങളിൽ ഈ വർഷം വളരെ അനുകൂലമാണ്. ലോട്ടറി, ഇൻഷുറൻസ് തുകകൾ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്നുള്ള ധനലാഭം എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്ക് കാലാനുസൃതമായ നല്ല മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കും. പുതിയ കരാറുകൾ ഒപ്പിടാനും
ബിസിനസ് വിപുലീകരിക്കാനും ഇത് നല്ല സമയമാണ്. കൃഷിയിലൂടെയോ ഭൂമി ഇടപാടുകളിലൂടെയോ സാമ്പത്തിക വളർച്ച കൈവരിക്കാൻ സാധിക്കും. തൊഴിൽ രംഗത്ത് വലിയ കുതിച്ചുചാട്ടം തന്നെ പ്രതീക്ഷിക്കാം. നിലവിൽ ജോലിയില്ലാത്തവർക്ക് മികച്ച ശമ്പളത്തോടുകൂടിയ പുതിയ ജോലി ലഭിക്കും. നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റമോ ശമ്പള വർധനവോ ലഭിക്കാൻ സാധ്യതയുണ്ട്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിച്ച വിജയം കൈവരിക്കാൻ സാധിക്കും. ഉന്നത പഠനത്തിനായി വിദേശത്തോ മറ്റോ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ തെളിയും. നിങ്ങളുടെ മക്കൾക്ക് അവർ ഏറെ ആഗ്രഹിച്ചിരുന്ന ജോലി ലഭിക്കുന്നത് കുടുംബത്തിൽ വലിയ സന്തോഷമുണ്ടാക്കും. കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന വർഷമായിരിക്കും ഇത്. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുയോജ്യമായ പങ്കാളിയെ ഈ വർഷം ലഭിക്കും. വിവാഹ തടസ്സങ്ങൾ മാറും. സ്വന്തമായി വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കും. വീട് പണി തുടങ്ങാനോ അല്ലെങ്കിൽ നിലവിലുള്ള വീട് പുതുക്കി പണിയാനോ സാധിക്കും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രിയപ്പെട്ടവരുമായോ ജീവിത പങ്കാളിയുമായോ ചെറിയ പിണക്കങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അത് വലുതാകാതെ നോക്കണം. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. രാഷ്ട്രീയം, സാമൂഹികം, കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ വർഷം വളരെ ശ്രദ്ധിക്കപ്പെടാൻ സാധിക്കും. സമൂഹത്തിൽ വലിയ പദവികളും അംഗീകാരങ്ങളും നിങ്ങളെ തേടിയെത്തും. സർക്കാർ ഭാഗത്ത് നിന്നും ലഭിക്കേണ്ട പെൻഷൻ, സബ്സിഡികൾ അല്ലെങ്കിൽ മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവ തടസ്സമില്ലാതെ ലഭിക്കാൻ തുടങ്ങും. എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും ഇടയ്ക്കിടെ അകാരണമായ ചില മനോവിഷമങ്ങൾ നിങ്ങളെ അലട്ടിയേക്കാം. അമിതമായ ഉത്കണ്ഠ പഠനത്തെയോ ജോലിയെയോ ബാധിക്കാതെ നോക്കണം. കൃത്യമായ വിശ്രമവും ദൈവവിശ്വാസവും ഇതിനാശ്വാസം നൽകും. ഈ വർഷം വരാൻ സാധ്യതയുള്ള ചെറിയ തടസ്സങ്ങളെയും മനോവിഷമങ്ങളെയും മാറ്റാൻ ഇനി പറയുന്ന വഴിപാടുകൾ ചെയ്യുന്നത് നല്ലതാണ്. ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിൽ നീരാജനം അഥവാ എള്ളുതിരി സമർപ്പിക്കുന്നത് മാനസിക സമ്മർദ്ദങ്ങൾ കുറയ്ക്കാനും തടസ്സങ്ങൾ നീങ്ങാനും സഹായിക്കും. ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യസ്വാമിക്ക് പനിനീരഭിഷേകം നടത്തുന്നത് ഐശ്വര്യത്തിനും വിജയത്തിനും ഉത്തമമാണ്. ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന നടത്തുന്നത് കുടുംബത്തിലെ സമാധാനത്തിനും മംഗല്യഭാഗ്യത്തിനും വഴിതെളിക്കും. കന്നിരാശിക്കാർക്കായുള്ള ഏപ്രിൽ മാസത്തെ ഫലപ്രവചനങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ജ്യോതിഷ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.